അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി റെഡി ആവണതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുരികൊക്കെ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് ഐബ്രോ വെച്ച് ഫില്ല് ചെയ്യാണ്. എന്നിട്ട് അത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചീവി കൊടുക്കുക. അതിനുശേഷം ഷോളൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. ഷോളൊക്കെ ഇട്ടതിന് ശേഷം നല്ല റെഡിയായി ഞാൻ കുഞ്ഞാവിനെ ഇങ്ങനെ മാടി മാടി വിളിക്കായിരുന്നു. കുഞ്ഞാവ വേഗം വാ, നമുക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എന്നിട്ട് ഹോട്ടലിൽ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ രാത്രി ഇങ്ങനെ ബൾബൊക്കെ ഇട്ടത് കാണുമ്പോൾ നല്ല പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വീഡിയോ എടുത്ത് പോണ വഴിയൊക്കെ കാണാൻ നല്ല രസമല്ലേ. കുറേ അധികം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കളിപ്പാട്ടങ്ങൾ, മീൻസ് ടോയ്സൊക്കെ, നമ്മൾ സോഫ്റ്റ് ടോയ്സൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ കയറി തൊഴുത് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാവ് എന്നിട്ട് പറയായിരുന്നു, അമ്മുച്ചിട്ട് എനിക്ക് വയ്യ നടക്കാൻ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞാവേ നല്ല ഭംഗിയുണ്ട് കുഞ്ഞാവേനെന്ന് കാണാൻ, നല്ല ഭംഗിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അന്ന് നമുക്ക് നടക്കാനായിട്ടോ. പിന്നെ അവിടുത്തെ ഓരോരോ കടകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് കുഞ്ഞാവേനെയും കൊണ്ട് നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോകുമായിരുന്നു. എല്ലാവരും കൂടെ നടന്ന് ഗുരുവായൂരൊക്കെ എത്തി തൊഴുത് തിരിച്ചു പോകുമ്പോൾ ഒരു പ്രത്യേക, നമുക്കുള്ളിൽ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അമ്മയും കുഞ്ഞാവും ഇതാ ഓടടാ ഓട്ടം, മച്ചോള് മതി ഇന്ന് എനിക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ആകുമ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു. നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പരിചയമുള്ള ചേച്ചിമാരൊക്കെ വന്ന് സംസാരിച്ചു കേട്ടോ, വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കുഞ്ഞാവ് നെയ് റോസ്റ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെയ് റോസ്റ്റിൻ്റെ ആശാത്തിയാണ് കേട്ടോ. നെയ്യിട്ട ദോശ അമ്പച്ചിട്ടേ, നെയ്യിട്ട ദോശ വേണോ അമ്പച്ചിട്ടേക്ക്, ഇങ്ങനെയാണ് കുഞ്ഞാവിടെ ചോദ്യം. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് നെയ് റോസ്റ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു ടൊമാറ്റോ ഫ്രൈയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നെയ് റോസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒരു കൂട്ടാൻ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ മഷ്റൂം ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് കേട്ടോ അത് കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛനും. മുത്തശ്ശിക്ക് ഫ്രൂട്ട് കട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ബൗളായിട്ട് അങ്ങനെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ വയറൊക്കെ ഫുള്ളായിട്ട് ലോബിയിൽ വന്ന് ഇരിക്കുകയായിരുന്നു. കുഞ്ഞാവിടെ ഈ ഒരു ചുരിദാർ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾ ഞെട്ടു ഇതിൻ്റെ വില കേട്ടാ, കാരണം അത്രയും വിലക്കുറവാണ്. ഞാൻ എന്തായാലും ലിങ്ക് മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം. അഫിലിയേറ്റ് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ രൂപത്തിൽ ഈ ഒരു ചുരിദാർ വരും. നിങ്ങളൊന്ന് വാങ്ങി വെക്കൂ. പിന്നെ അതുപോലെ റൂമിലെത്തി ഞാൻ മേക്കപ്പ് ഒക്കെ കളഞ്ഞതിന് ശേഷം കുഞ്ഞായോട് തമാശ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു.